അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാമിക ചരിത്രത്തിലെ ഉജ്ജ്വലമായ ഒരു അധ്യായം, ലോകാവസാനം വരെ എന്നും സ്മരിക്കപ്പെടുന്ന ഒരു ചരിത്രം, അതാണ് ബദർ. ബദറിൽ നടന്ന യുദ്ധം, ബദറിൽ നടന്ന പോരാട്ടം, അതുമായി ബന്ധപ്പെടുത്തി അതിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട് ലോകത്ത്. ഇപ്പോഴും അതിനെക്കുറിച്ചുള്ള സംസാരങ്ങൾ നടക്കുന്നു. വളരെ മർമ്മപ്രധാനമായ ഒരു കാര്യം മാത്രമാണ് ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ ഇതുമായി ബന്ധപ്പെടുത്തി സംസാരിക്കുന്നത്. സഹോദരങ്ങളെ, ബദറിൽ നടന്നത് എന്തൊരു യുദ്ധമാണ്? ആര് തമ്മിലാണ് ബദറിൽ പോരാട്ടം നടന്നത്? എന്തിൻ്റെ പേരിലാണ് ബദറിൽ യുദ്ധം നടന്നത്? ഈ മർമ്മപ്രധാനമായ ചോദ്യം, ഇതിന് ഉത്തരം കാണുകയാണ് യഥാർത്ഥത്തിൽ ബദറുമായി ബന്ധപ്പെട്ട് പഠിക്കുന്ന ആളുകൾ ചെയ്യേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ വരുമ്പോൾ ആ മക്കയിലുള്ള ആളുകൾ നിരീശ്വരവാദികളോ നിർമ്മതവാദികളോ ആയിരുന്നില്ല. അവർ അള്ളാഹുവിനെ വിശ്വസിക്കുന്നവരും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരും അള്ളാഹുവിന് നേർച്ചകളും വഴിപാടുകളും ചെയ്യുന്നവരും അള്ളാഹുവിന് വേണ്ടി നോമ്പ് അനുഷ്ഠിച്ചവരും അള്ളാഹുവിന് വേണ്ടി ഹജ്ജ് ചെയ്തവരും അള്ളാഹുവിന് വേണ്ടി കരാറുകൾ പാലിച്ചവരും അള്ളാഹുവിന് വേണ്ടി ബലിയർപ്പണം നടത്തുകയും അറവ് നടത്തുകയും ഒക്കെ ചെയ്ത ആളുകളായിരുന്നു മക്കയിൽ ഉണ്ടായിരുന്നത്. ശരിക്ക് നമ്മൾ മനസ്സിലാക്കണം, മക്കയിലുണ്ടായിരുന്ന ബഹുഭൂരിപക്ഷം 99% ആളുകളും അള്ളാഹുവിനെ വിശ്വസിക്കുന്നവരായിരുന്നു. നിരീശ്വരവാദികൾ എന്ന് പറയുന്നത് എണ്ണപ്പെട്ട ചില ആളുകൾ മാത്രമായിരുന്നു. ഈ ആളുകൾ അവരല്ലാഹുവിനെ വിശ്വസിക്കുന്നു എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഴുനീള ചരിത്രമാണ്, അറബികളുടെ ചരിത്രമാണ്. പ്രവാചക തിരുമേനി ഓതിത്തന്ന, നമ്മൾ എന്നും ഓതിക്കൊണ്ടിരിക്കുന്ന ആയത്തുകളിൽ, നൂറുകണക്കിന് ആയത്തുകളിൽ ഇവരുടെ വിശ്വാസം, അവരുടെ പ്രാർത്ഥന, അവരുമായി ബന്ധപ്പെട്ട ആരാധനകളൊക്കെ വന്നിട്ടുണ്ട്. ഖുർആൻ പറയുന്നത് അവർ അള്ളാഹുവിനെ വിശ്വസിച്ചിരുന്നു എന്നാണ്. ഖുർആൻ പറയുന്ന 2-3 ആയത്തുകൾ മാത്രം, നമ്മൾ ഈ സമയത്തിനുള്ളിൽ നിന്ന് സംസാരിക്കുന്നത് 2-3 ആയത്തുകൾ മാത്രം. ഒന്ന്, ഖുർആൻ പറയുന്നു അവരുടെ പ്രാർത്ഥന അള്ളാഹു തആല ഉദ്ധരിക്കുന്നത് നോക്കുക. സൂറത്തുൽ അൻആമിൽ അള്ളാഹു പറയുന്നു, അള്ളാഹു വിശ്വാസികളെ കുറിച്ചല്ല, മുശ്രിക്കുകളായ അബൂജഹലിന്റെ പ്രാർത്ഥനയെക്കുറിച്ചാണ് ഈ പറയുന്നത്. എന്താണ് പ്രാർത്ഥിക്കുന്നത്? അല്ലാഹുമ്മ ഇൻ കാന ഹാദാ ഹുവൽ ഹഖ്ഖു മിൻ ഇൻദിക ഫംതിർ അലൈനാ ഹിജാറത്തൻ മിനസ് സമാഇ അവി ഇത്തിനാ ബി അദാബിൻ അലീം. ഈ പ്രാർത്ഥിക്കുന്നതിന്റെ തുടക്കം നിങ്ങൾ നോക്കൂ, അല്ലാഹുമ്മ എന്നാണ്. ഇത് പറയുന്നത് അബൂജഹലാണ്, മുശ്രിക്കുകളാണ്, നബിയുടെ കാലത്തുള്ള അറബികളാണ്. അവര് പ്രാർത്ഥിക്കുന്നത് അല്ലാഹുമ്മ. എന്താണ് അവർ പ്രാർത്ഥിച്ചത്? അല്ലാഹുവേ, മുഹമ്മദ് കൊണ്ടുവന്നത് സത്യമാണെങ്കിൽ, അല്ലെങ്കിൽ മുഹമ്മദിന്റെ പ്രവാചകത്വം ശരിയാണെങ്കിൽ ആകാശത്ത് നിന്ന് കൽമഴ പെയ്യിപ്പിച്ച് ഞങ്ങളെ നീ കൊന്നുകളാൻ, അല്ലെങ്കിൽ വേദനാജനകമായ ശിക്ഷ ഞങ്ങൾക്ക് താഴെയോ, കാരണം ഞങ്ങൾക്ക് അവനെ അംഗീകരിക്കാൻ സാധിക്കുകയില്ല. അവൻ കള്ളനോ അവൻ കളവ് പറയുന്നവനോ ആയതുകൊണ്ടല്ല. പ്രവാചകത്വം ലഭിക്കാൻ വലിയ മാന്യന്മാരും നാട്ടുമൂപ്പന്മാരും ഗോത്രനായകന്മാരുമായി ഞങ്ങളില്ലേ? പിന്നെ അതിനിടയിൽ എന്തിനാണ് ഈ അനാഥനായ ബാലന് നുബുവത്ത് കൊടുക്കുന്നത്? ഇത് മാത്രമാണ് അവർക്കുള്ള പ്രശ്നം. ഈ വലിപ്പത്തരം, ഈ അഹങ്കാരം, അതാണ് ഇവരുടെ വിശ്വാസം. അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞത് വഇദാ റകിബു ഫിൽ ഫുൽകി ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. അവര് കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ കാറ്റിലും കോളിലും തിരമാലകളിലും പെട്ട് കപ്പൽ ആടിയുലയുന്ന പ്രതിസന്ധി ഘട്ടത്തിൽ അവർ ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, നിഷ്കളങ്കമായി അവർ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നവരായിരുന്നു എന്ന് ഖുർആൻ പറയുന്നു. അപ്പോ ബദറിൽ പങ്കെടുത്ത, ബദർ യുദ്ധം നടക്കുന്ന ആളുകൾ, ഒരു ഭാഗത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, മറുഭാഗത്ത് അബൂജഹലും അവന്റെ ആളുകളും. ഈ 2 ആളുകളും ഒരുപോലെ അംഗീകരിക്കുന്ന കാര്യം, ഈ ലോകത്തിനൊരു സൃഷ്ടാവുണ്ട്, അവനാണ് ഈ പ്രപഞ്ചത്തെ നയിക്കുന്നത്, അവനാണ് ഈ പ്രപഞ്ചത്തിന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്, എല്ലാം അള്ളാഹു ആകുന്നു എന്ന് പറയുന്ന ആ ആളുകൾ. ഞാൻ ഒരു സംഗതി, വളരെ ചെറിയ ഒരു ഉദാഹരണം പറയാം, എന്നാൽ വലിയ ഒരു കാര്യമാണ് താനും അത്. അവർ അള്ളാഹുവിനെ വിശ്വസിച്ചിരുന്നു എന്നതിന് ആയത്തോ ഹദീസോ ഒന്നും അറിയാത്ത ആളുകൾ പ്രവാചക തിരുമേനിയുടെ ഉപ്പയുടെ പേരെന്താണ് എന്ന് അന്വേഷിച്ചു നോക്കും. നമ്മുടെ റസൂലുള്ളാന്റെ വാപ്പാന്റെ പേരെന്താ? അബ്ദുള്ള. ഈ പേരിട്ടതാരാ? മുശ്രിക്കായ അബ്ദുൽ മുത്തലിബ്. അബ്ദുള്ള എന്നാണ് ഇതിന്റെ അർത്ഥം, അള്ളാന്റെ അടിമ എന്നാണ്.
ഈ പേരിടുമ്പോൾ റസൂലുള്ള ജനിച്ചിട്ട് പോലുമില്ല, റസൂലുള്ളാന്റെ വാപ്പയാണ് ജനിക്കുന്നത്. ആ വാപ്പാക്കാണ് വല്യാപ്പ അബ്ദുള്ള എന്ന് പേരിടുന്നത്. ആ അബ്ദുള്ള എന്ന് പേരിടാൻ കാരണം അവർക്ക് അള്ളാനെ വിശ്വാസം ഉണ്ടായിരുന്നുകൊണ്ടാണ്. നിങ്ങൾ അലംതറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ, ആ സൂറത്തൊന്ന് വായിച്ചു നോക്കുക. അതിന്റെ വിശദീകരണം. കഅബയുടെ സൂക്ഷിപ്പുകാർ അവരായിരുന്നു. അബ്രഹത്ത് കഅബ പൊളിക്കാൻ വന്നപ്പം അബ്ദുൽ മുത്തലിബ് ചെന്നിട്ട് പറഞ്ഞതാണ്, ഈ കഅബക്കൊരു നാഥനുണ്ട്, അവൻ അതിനെ കാത്തുകൊള്ളും, ഞങ്ങൾ ഈ മലയുടെ ഭാഗത്തേക്ക് മാറിപ്പോകുന്നു. കഅബ അള്ളാഹുവിന്റെ കഅബാലയത്തിന്റെ സംരക്ഷകന്മാർ, കസ്റ്റോഡിയന്മാർ അവരായിരുന്നു. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന പടച്ചവന് വേണ്ടി ഇബാദത്തുകളൊക്കെ നിങ്ങൾ നോക്കൂ, അവർ ചെയ്ത ഇബാദത്തുകൾ ഞാൻ ആയത്തുകൾ ഓതുന്നില്ല, അത് നമുക്ക് ആവശ്യം പിന്നീടുള്ള ദിവസങ്ങളിൽ പറയാം. അവർ ഹജ്ജ് ചെയ്തു. അബ്ദുള്ള ഹാജിയാണ്, നബിന്റെ വാപ്പ അബ്ദുള്ള ഹാജിയാണ്. പല ഹജ്ജും ചെയ്തിട്ടുണ്ട് റസൂലുള്ളാന്റെ വാപ്പ. നബിന്റെ മൂത്താപ്പ അബൂ താലിബ് ഹാജിയാണ്, അബ്ദുൽ മുത്തലിബ് വല്ലിപ്പ ഹാജിയാണ്. കാരണം അവർ കഅബാലയത്തിൽ ഹജ്ജ് ചെയ്തിരുന്നു എന്നുള്ളത് ഖുർആൻ പറയുന്നുണ്ട്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ തെൽബിയത്ത് നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ മുശ്രിക്കുകൾ അബൂജഹൽ ചൊല്ലിയ തെൽബിയത്ത് നിങ്ങൾ നോക്കൂ. ഈ അബൂജഹല് ബദറിലേക്ക് പോകുന്നു. ബദറിന്റെ വിസ്തരിച്ച ചരിത്രം പറയാൻ, അതിന്റെ ആശയം പറയണം. ബദറിലേക്ക് പോകുന്ന സമയത്ത് 1000-ഓളം വരുന്ന ആളുകളുമായി ബദറിലേക്ക് പോകുന്ന സമയത്ത് അബൂജഹൽ കഅബാലയത്തിന്റെ അടുത്ത് വന്ന് കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് അബൂജഹൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്താണ്? ആരോടാണ്? അല്ലാഹുമ്മൻസുർ അലൽ ജുന്ദൈൻ, അല്ലാഹുമ്മൻസുർ അക്രമൽ ഫിഅത്തൈൻ, അല്ലാഹുമ്മൻസുർ ഖൈറൽ ഖബീലത്തൈൻ. അല്ലാഹുവേ, ഏറ്റവും നല്ല വിഭാഗത്തെ നീ സഹായിക്കണമേ റബ്ബേ, ഏറ്റവും നല്ല കബീലക്കാരെ നീ തുണക്കേണമേ റബ്ബേ, ഏറ്റവും നല്ലവരെ നീ പിന്തുണക്കേണമേ റബ്ബേ എന്ന് അബൂജഹലാണ് അള്ളഹാനോട് പ്രാർത്ഥിക്കുന്നത്. ഇപ്പുറത്ത് റസൂലുള്ളയാണ്. ഇവര് രണ്ടുപേരും അള്ളഹാനോടാ പ്രാർത്ഥിക്കുന്നത്. റസൂലുള്ള ഭൂമിയിൽ തലവെച്ച് സുജൂദിൽ കിടന്ന് ബദർ യുദ്ധം നടക്കുന്നതിന്റെ തലേ ദിവസം ചെറിയ ഒരു ചാറ്റൽ മഴ പെയ്ത മണ്ണിൽ മുഖമമർത്തി റസൂലുള്ള പറഞ്ഞത്, അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഉസ്വാബ ലം തുഅബദ്. അള്ളാഹുവെ, ഈ കൊച്ചു സംഘത്തെ നീ എങ്ങാനും കൈവിട്ടു പോയാൽ, സഹായിച്ചില്ലെങ്കിൽ നിന്നെ മാത്രം ആരാധിക്കുന്ന ആളുകൾ ഈ ഭൂമുഖത്ത് ഉണ്ടാവുകയില്ല റബ്ബേ, ഞങ്ങളെ സഹായിക്കണം. രണ്ടു പേരും അള്ളഹാനോടാ ചോദിക്കുന്നത്. ഇവര് രണ്ടുപേരും അള്ളഹാനോടാ പ്രാർത്ഥിക്കുന്നത്. പിന്നെ ഇവര് തമ്മിൽ എന്തിന് യുദ്ധം നടന്നു? ആ യുദ്ധമാണ്, അതിൻ്റെ മർമ്മപ്രധാനമായ കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. റസൂലുള്ളയും സഹാബത്തും ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അല്ലാഹുവേ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകൾ, ഞങ്ങളുടെ നേർച്ചകൾ, ഞങ്ങളുടെ വഴിപാടുകൾ, അദൃശ്യമായി ഞങ്ങൾ ഭയപ്പെടുന്നത് ഒക്കെ റബ്ബെ നിന്നെ മാത്രമാണ്. ഞങ്ങൾക്ക് ഗുണം വരുത്താനും ദോഷം തടുക്കാനും നിനക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ റബ്ബേ എന്ന് അള്ളാഹുവിന്റെ റസൂലും മുസ്ലിങ്ങളും വിശ്വസിക്കുന്നു. അബൂജഹലിന്റെ കൂടെയുള്ള ആളുകളോ അള്ളാഹു ഗുണവും ദോഷവും വരുത്താൻ കഴിവുള്ളവനാണ് എന്ന് വിശ്വസിക്കുന്നതോടൊപ്പം അള്ളാഹു അല്ലാത്ത മഹാത്മാക്കളെ, നബിമാരെ, മലക്കുകളെ, ജിന്നുകളെ, മരിച്ചുപോയ മഹാത്മാക്കളെ അവർ ആരാധിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമ്മൾ ആലോചിച്ച് നോക്കൂ. അള്ളാഹുവേ എന്ന് വിളിക്കുന്നത് പോലെ അവർ ലാത്തേ എന്ന് വിളിക്കുന്നു, ഉസ്സേ എന്ന് വിളിക്കുന്നു, മലക്കുകളെ എന്ന് വിളിക്കുന്നു, ജിന്നുകളെ എന്ന് വിളിക്കുന്നു, അവരുടെ ഇബ്രാഹിമെ എന്ന് വിളിക്കുന്നു, ഇസ്മായിൽ എന്ന് വിളിക്കുന്നു. നബിമാരാണ് ഈ രണ്ടാളുകളും. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ. അവർ എല്ലാ കാര്യവും അള്ളാഹുവിന് മാത്രം, പടച്ചവന് മാത്രം, ലാ ഇലാഹ ഇല്ലല്ലാ, അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന് പറയുന്നു. എല്ലാ കാര്യങ്ങളും അള്ളാഹുവിനോട് പറയുന്നു. എന്നാൽ അബൂജഹലും ടീമോ അള്ളാഹുവിനെ വിളിക്കുന്നു, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു, അള്ളാഹ്ക്ക് നേർച്ചകളും വഴിപാടുകളും ചെയ്യുന്നു, അള്ളാഹുവിനോട് കനിവ് തേടുന്നു. എന്നാൽ അവർ അള്ളാഹുവിനോട് മാത്രമല്ല അത് ചെയ്യുന്നത്, അള്ളാഹു അല്ലാത്ത നബിമാരോട്, ഇബ്രാഹിം നബിനോട്, ഇസ്മായിൽ നബിനോടും, മരിച്ചുപോയ മഹാത്മാക്കളോട്, ലാത്തയോട്, മലക്കുകളോട്, ജിന്നുകളോട്, ഇവരോടൊക്കെ ഈ ആളുകൾ പ്രാർത്ഥിക്കുന്നു. അവർക്കും നേർച്ചകളും വഴിപാടുകളും ചെയ്യുന്നു. പറഞ്ഞത് വിശ്വാസികളായ നബിയും സഹാബത്തും മുസ്ലിങ്ങൾ എല്ലാ കാര്യവും അള്ളാഹുവിനോട് മാത്രം പറഞ്ഞ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ച് ജീവിക്കുന്നു. ഇവിടെ
അബൂജഹലും അദ്ദേഹത്തിന്റെ കൂടെയുള്ള വിശ്വാസികൾ അവർ അള്ളാഹുവിനെ വിശ്വസിക്കുന്നു, അതോടൊപ്പം അല്ലാത്ത ആളുകളോടും അവർ പ്രാർത്ഥിക്കുന്നു. എന്ത് പറഞ്ഞിട്ടാണ് പ്രാർത്ഥിക്കുന്നത്? ഇബ്രാഹിം നബി അള്ളയാണ് എന്ന് പറഞ്ഞിട്ടാണോ? ഇസ്മായിൽ നബി അലൈഹി സ്വലാം അള്ളാഹുവിനെ പോലെയാണെന്ന് പറഞ്ഞിട്ടാണോ? ലാത്തയും മലക്കുകളും ജിന്നുകളും ഒക്കെ അള്ളാഹിനെ പോലെയാണെന്ന് പറഞ്ഞിട്ടാണോ? അല്ല. അവര് കഅബ തവാഫ് ചെയ്യുമ്പം അബൂജഹലും അവന്റെ കൂടെയുള്ള വിശ്വാസികളും കഅബ തവാഫ് ചെയ്യുമ്പോൾ അവർ ചൊല്ലിയിരുന്ന തൽബിയത്ത് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക്. ഇത് മുശ്രിക്കുകളായ അബൂജഹലും അബൂലഹബും ചൊല്ലിയ തൽബിയത്താണിത്. അള്ളാഹുവേ, നിന്റെ വിളിക്കുത്തരം നൽകി ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു. കഅബ തവാഫ് ചെയ്യാണ് അവര്, സഫാ മർവയുടെ ഇടയിൽ ഓടുകയാണ് അവര്. അപ്പൊ അവര് ചൊല്ലിയ തൽബിയത്ത് ലബ്ബൈക് അല്ലാഹുമ്മ, അള്ളാഹുവേ നിന്റെ വിളിക്കുന്ന, നിനക്ക് യാതൊരു ശരീക്കന്മാരുമില്ല, ശരീക്കലക്ക് നിനക്ക് യാതൊരു പങ്കുകാരുമില്ല, ഇല്ലാ ശരീക്കൻ ഹുവലക്ക് തംലിക്കുഹു വമാ മലക്ക്. പടച്ചവനെ, അള്ളാഹിനോട് അവർ പറയാം, നിനക്കൊരു കൂട്ടരുണ്ട്. അതാരാണ്? അവർക്കുള്ളതെല്ലാം നീ നൽകിയതാണ്. അവർക്ക് സ്വന്തമായിട്ടൊരു കഴിവുമില്ല, അവർക്ക് സ്വന്തമായി ഒരു കഴിവുമില്ല, അവർ സ്വയം പര്യാപ്തരല്ല. നീ കൊടുത്ത കഴിവെന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അള്ളാഹുവേ, അവര് നിന്നെ പോലെ അല്ലല്ല. ആകാശങ്ങളും ഭൂമിയും പടച്ചത് അവരല്ല, ജീവനെ നൽകിയത് അവരല്ല, അതൊക്കെ നീയാണ്. ഭക്ഷണം നൽകുന്നത് നീയാണ്, ആ പ്രപഞ്ചം സൃഷ്ടിച്ചത് നീയാണ്, നീയാണ് മരിപ്പിക്കുന്നത്, നീയാ ജനിപ്പിക്കുന്നത്, നീയാണ് ജനിപ്പിച്ചതൊക്കെ ഞങ്ങൾ സമ്മതിക്കുന്നു റബ്ബേ. എന്നാൽ നീ കൊടുത്ത കഴിവുള്ള ചില ആളുകളുണ്ട്, നീ കൊടുത്ത കഴിവാണ്, അവരൊന്നും അല്ലല്ല. പക്ഷെ അള്ളാഹുവേ, നീ കൊടുത്ത കഴിവുള്ള ഈ വിശ്വാസപ്രകാരമാണ് അവർ ലാത്തയെ വിളിക്കുന്നത്. ഈ വിശ്വാസപ്രകാരമാണ് അവർ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ വിളിച്ചത്. ഈ വിശ്വാസപ്രകാരമാണ് അവർ മലക്കുകളെ വിളിച്ചു പ്രാർത്ഥിച്ചത്. ഈ വിശ്വാസപ്രകാരമാണ് അവർ ജിന്നുകളോട് ദുആ ചെയ്തത്. അള്ളാഹു കൊടുത്തിട്ടുണ്ട് അവർക്ക്. അപ്പൊ അവരോട് നമ്മൾക്ക് ചോദിക്കാം, സഹോദരങ്ങളെ, മുസ്ലിം സമൂഹം എന്താണ് ഇന്ന് ചെയ്യുന്നത് എന്നാലോചിച്ച് നോക്കും. ഈ ദിവസം ബദരീങ്ങളോട് പ്രാർത്ഥിക്കുന്നു, ഈ ദിവസം ബദരീങ്ങളോട് ദുആ ചെയ്യുന്നു, മക്കൾ ഉണ്ടാവാൻ, ദുരിതങ്ങൾ നീങ്ങാൻ, പ്രയാസങ്ങൾ നീങ്ങാൻ. ഈ ബദരീങ്ങൾ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കാനുള്ള അവകാശം സ്ഥിരപ്പെട്ട് കിട്ടുന്നതിന് വേണ്ടി യുദ്ധം ചെയ്ത ആളുകൾ. ഈ ബദരീങ്ങൾ കൊല്ലപ്പെട്ടത് അവർക്ക് സ്വന്തം ജീവനെ സംരക്ഷിക്കാൻ കഴിയാത്തത് കൊണ്ട് അവർ കൊല്ലപ്പെട്ടതാണ്, ഷഹീദുകളാണ്. എന്നിട്ട് നമ്മുടെ ദുരിതങ്ങൾ നീക്കാനും നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനും നമ്മൾ ആ ആളുകളോട് പ്രാർത്ഥിക്കുന്നു. അള്ളാഹു പറഞ്ഞത്, പടച്ചവൻ പറഞ്ഞത്, അള്ളാഹുവിനോട് മാത്രമേ ഞങ്ങൾ പ്രാർത്ഥിക്കൂ എന്ന് നമ്മളെ കൊണ്ട് പ്രതിജ്ഞ ചെയ്യിപ്പിക്കുന്നതാണ് അള്ളാഹു. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. റബ്ബേ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു എന്ന് അള്ളാഹു തആല നമ്മളോട് പറയിപ്പിക്കുന്നു. എന്നിട്ട് നമ്മൾ ഈ ബദരീങ്ങളുടെ ആണ്ടെന്ന് പറഞ്ഞ് ബദരീങ്ങളോട് പ്രാർത്ഥിക്കുന്നു, ബദരീങ്ങളോട് സഹായം ചോദിക്കുന്നു, മറ്റു മഹാത്മാക്കളോട് പ്രാർത്ഥിക്കുന്നു. അള്ളാഹു തആല പറഞ്ഞതോ, ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി, നബിയെ താങ്കൾ ജനങ്ങളോട് പറയൂ, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യുള്ളൂ. വലാ ഉശ്രികു ബിഹി അഹദ, അവനോട് ഞാൻ ആരെയും പങ്കു ചേർക്കുകയില്ല. അള്ളാഹു പറഞ്ഞു, ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, അള്ളാഹുവിന്റെ കൂടെ ഒരാളോട് നീ ദുആ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യുന്നത് വൻ പാപമാണ്. അള്ളാഹു പറഞ്ഞത് വൻ പാപമാണ്. റസൂലുള്ള 7 വൻ പാപങ്ങളിൽ ഒന്നാമതായി എണ്ണിപ്പറഞ്ഞ ഷിർക്കാണ് എന്ന് അള്ളാഹു ഖുർആനിൽ പറഞ്ഞു. യക്ഫുറൂന ബിശ്ശിർക്കിക്കും, നിങ്ങൾ ചെയ്യുന്ന ഷിർക്ക് എന്ന് ഖുർആൻ പറഞ്ഞു. അതാണ് മുസ്ലിങ്ങൾ ചെയ്യുന്നത്, അതാ വിശ്വാസികൾ ചെയ്യുന്നത്. അവർക്കറിവില്ലായ്മ കൊണ്ടാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു കാരണവശാലും അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കരുത്. ബദറിൽ നടന്ന യുദ്ധം വിശ്വാസികൾ തമ്മിലുള്ള യുദ്ധമാണ് എന്ന് പറഞ്ഞാൽ 2 കൂട്ടരും അള്ളാഹുവിനെ വിശ്വസിക്കുന്നു. എന്നാൽ ഒരു കൂട്ടർ അള്ളാഹുവിനെ മാത്രം വിശ്വസിച്ച് എല്ലാ ആരാധനകളും പ്രാർത്ഥനകളും ബലികർമ്മങ്ങളും ഒക്കെ അള്ളാഹുവിന് മാത്രം ചെയ്യുന്നു. മറ്റേ അബൂജഹലിന്റെ ടീം അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നു, അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നു, അള്ളാഹ്ക്ക് നേർച്ച ചെയ്യുന്നു, അള്ളാഹു അല്ലാത്തവർക്കും നേർച്ച ചെയ്യുന്നു, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നു, അള്ളാഹു അല്ലാത്തവരിലും ഭരമേൽപ്പിക്കുന്നു. ഇതാണ് അള്ളാഹു ഖുർആനിൽ വിരോധിച്ച ഷിർക്ക്. ആ ഷിർക്ക് അള്ളാഹു തആല കഠിനമായി പൊറുക്കാത്ത പാപമായി വിശേഷിപ്പിച്ചതാണ്. ഇതിന്റെ വിശദാംശങ്ങൾ ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് പറയാം. സഹോദരങ്ങളെ, ഒരു കാരണവശാലും
അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കരുത്. ബദർ വിശ്വാസികൾ തമ്മിലുള്ള പോരാട്ടമാണ്. പക്ഷേ യഥാർത്ഥ വിശ്വാസികളും ബഹുദൈവ വിശ്വാസികളും തമ്മിലുള്ള പോരാട്ടം, ആ വിശ്വാസത്തിലുള്ള വ്യത്യാസം എന്ത് എന്നാണ് നമ്മൾ ഈ പറഞ്ഞത്. അതുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിക്കുക, പടച്ചവനോട് മാത്രം പ്രാർത്ഥിക്കുക. എന്താണ് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചാൽ എന്നതിൻ്റെ ഗൗരവം നമ്മൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസങ്ങളിൽ പറയും. അള്ളാഹു തആല നമ്മളെ എല്ലാവരെയും സത്യവിശ്വാസികളായി ജീവിച്ചു മരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വസല്ലല്ലാഹു വസല്ലമ അലാ റസൂലിഹിൽ അമീൻ വആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.